കലിതുള്ളി വന്ന മഴയ്ക്ക് ഒരു ശമനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു പാൽപുട്ട് തയ്യാറാക്കിയാലോ എന്ന് കരുതി. അപ്പോൾ ഇതാ പുട്ടുപൊടി, ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ്. അതിനകത്തോട്ട് ഒരു ഗ്ലാസ് തന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കുറച്ച് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒരു 25 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മുടെ പണി പകുതി കഴിയൂലേ. അപ്പോൾ ഈ പാൽപുട്ടാണെങ്കിലോ രുചി ഇരട്ടിക്കുകയും ചെയ്യും. പിന്നെ ഇത് അധികം വിളയാത്ത ചെറിയ നാളികേരമാണ് കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് പാൽപ്പൊടി കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇതാ കുറച്ച് നാളികേരവും കുറച്ച് പാൽപുട്ടിൻ്റെ മിക്സും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ പാൽപുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.